സംസ്കൃത സർവകലാശാലയിൽ PhD ബിരുദം ചട്ടം ലംഘിച്ച് നൽകി. മലയാളത്തിലുള്ള പ്രബന്ധത്തിന്റെ മൂല്യനിർണ്ണയം നടത്തിയത് മലയാളം അറിയാത്ത തമിഴ് അധ്യാപികയെന്ന വിവരമാണ് പുറത്തുവന്നത്. PhD നൽകുന്നതിൽ സംസ്കൃത സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ച ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കവെ ചട്ടങ്ങൾ അവഗണിച്ച് ഭരതനാട്യത്തിൽ PhD അവാർഡ് ചെയ്ത VC ഡോക്ടർ KK ഗീതാകുമാരിയുടെ നടപടി റദ്ദാക്കണമെന്നും താൽക്കാലിക VCക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. ഭരതനാട്യത്തിൽ ഗവേഷണം നടത്തിയ P. നീതുദാസ് എന്ന ഗവേഷക സമർപ്പിച്ച പ്രബന്ധം മൂല്യനിർണ്ണയത്തിനയച്ച കർണാടകയിലെ പെർഫോമിംഗ് ആർട്സ് അധ്യാപിക ഡോക്ടർ ദിവ്യ നെടുങ്കാടി ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. സർവകലാശാല ചട്ടപ്രകാരം പ്രബന്ധത്തിൽ ഭേദഗതികൾ വരുത്തി പ്രസ്തുത അധ്യാപികയ്ക്ക് പ്രബന്ധം വീണ്ടും അയക്കണമെന്നാണ് മുൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശം. എന്നാൽ ഇത് അവഗണിച്ച താൽക്കാലികമായി നിയമിച്ച VC തമിഴ്നാട്ടിലെ മറ്റൊരു അധ്യാപികയ്ക്ക് മൂല്യനിർണ്ണയത്തിന് അയച്ചു. മലയാളത്തിൽ തയ്യാറാക്കിയ പ്രബന്ധം മലയാളം അറിയില്ലാത്ത തമിഴ്നാട്ടിലെ അധ്യാപികയുടെ അനുകൂല ശുപാർശയോടെ PhD അവാർഡ് ചെയ്യുകയായിരുന്നു. കേരള സർവകലാശാലയിൽ സംസ്കൃത ഭാഷ അറിയാത്ത ഒരു വിദ്യാർത്ഥിക്ക് PhD നൽകാൻ ശുപാർശ ചെയ്തത് വിവാദമായതിന് സമാനമാണ് സംസ്കൃത സർവകലാശാലയിൽ മലയാള ഭാഷ അറിയാത്ത അധ്യാപികയ്ക്ക് മലയാളത്തിലുള്ള പ്രബന്ധം മൂല്യനിർണ്ണയം നടത്താൻ നൽകിയതെന്ന ആക്ഷേപം ശക്തമാണ്. യൂണിവേഴ്സിറ്റിയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപിക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കവെയാണ് ചട്ടവിരുദ്ധമായി PhD അവാർഡ് ചെയ്തത്. പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തിയ മറ്റൊരു അധ്യാപികയായ ഡോക്ടർ കലാമണ്ഡലം ലത താൻ ഈ ഗവേഷകയുടെ ഡോക്ടറൽ കമ്മിറ്റി അംഗമായിരുന്നതുകൊണ്ട് മൂല്യനിർണ്ണയത്തിന് തന്നെ ചുമതലപ്പെടുത്തിയത് തെറ്റായ നടപടിയാണെന്നും അത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. സർവകലാശാല നിയമപ്രകാരം ഗവേഷണ പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തിയ 3 അധ്യാപകരിൽ ഒരു അധ്യാപകൻ പ്രബന്ധം തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമേ നാലാമത് മറ്റൊരു അധ്യാപകന് അയക്കാൻ പാടുള്ളൂ. മാത്രമല്ല, മലയാള ഭാഷ അറിയില്ലാത്ത ഒരാൾക്ക് പ്രബന്ധം മൂല്യനിർണ്ണയത്തിന് അയച്ചതും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയാണ്. ചട്ടങ്ങൾ പൂർണ്ണമായും അവഗണിച്ച് താൽക്കാലിക VC ഡോക്ടർ KK ഗീതാകുമാരി നൽകിയ PhD റദ്ദാക്കണമെന്നും VCക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത്. കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത പ്രൊഫസറായ ഡോക്ടർ KK ഗീതാകുമാരിയെ 2024 മാർച്ചിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് താൽക്കാലിക VC ആയി നിയമിച്ചത്.